അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ജിസിസി രാജ്യങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാഥനായ റബ്ബ് അവർക്ക് മോചനവും സലാമത്തും രക്ഷയും നൽകി അനുഗ്രഹിക്കട്ടെ. നൂറുകണക്കിന് കൊല്ലപ്പെട്ട നിരപരാധികളായ കുഞ്ഞുമക്കളടക്കം അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും പരിഹാരവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരു ബാധ്യതയുണ്ട് കേട്ടോ. വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ അള്ളാഹു 2 സമ്മാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 2 ആയുധങ്ങൾ അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് അദ്വാഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിൻ്റെ ആയുധമാണ് പ്രാർത്ഥന എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമാകരുത്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, ആ നാടിനു വേണ്ടി, ആ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, അവരുടെ വേർപാടിൽ വേദനിക്കുന്ന ആ കുടുംബങ്ങൾക്ക് വേണ്ടി, അവിടെയൊക്കെ യാത്ര ചെയ്ത് അവിടെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, സമാധാനമുണ്ടാകാൻ, ശാന്തി ഉണ്ടാവാൻ, നിർഭയത്തോടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ മതിയാവും. നമ്മുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ റബ്ബിനോട് പറയാൻ നമ്മൾ കണ്ടെത്തുന്നത് പോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ, നമസ്കാര ശേഷവും അല്ലാത്ത സമയങ്ങളിലും, പ്രത്യേകിച്ച് പാതിരാവിൻ്റെ കുരിട്ടിൽ കണ്ണറിഞ്ഞുകൊണ്ട് ആ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ദുആ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളവരെ മറന്നു പോകാൻ പാടില്ല. നമ്മൾ അവരെ ഇപ്പോൾ മറന്നാൽ നമ്മളെ ഓർക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്ന കാര്യം നാം മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയും സമാധാനവും നൽകുന്നതിന് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി തീരാത്ത ദുഃഖങ്ങളെ ചാർത്തിക്കൊണ്ടാണ് ഓരോ യുദ്ധങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തീരാത്ത നഷ്ടങ്ങളാണ് ഓരോ നാടുകളിലും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യറദ്ദുൽ ഖലാഅ ഇല്ല ദുആ. അള്ളാഹുവിൻ്റെ ഖലാഇനെ പോലും തടുക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നതാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ റബ്ബിൻ്റെ മുമ്പിൽ പറയുന്നത് പോലെ നമ്മുടെ അപരന്മാരായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അപ്പോൾ മാത്രമേ നമ്മളൊരു മുഅ്മിനാവുകയുള്ളൂ, മുഅ്മിനിൻ്റെ കടമ നിറവേറ്റി വരാവുകയുള്ളൂ. നാഥനായ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ആ നാടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മുഴുവൻ വിപത്തുകളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും അല്ലാഹു മാറ്റി സമാധാനവും ശാന്തിയും സൗഹൃദത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷവും അല്ലാഹു നൽകട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.